മൃതദേഹങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് കോൺഗ്രസ് വയനാട്ടിൽ പിരിച്ചൊരു ഫണ്ടിന്റെ കഥയും പറഞ്ഞുകൊണ്ട് എം സ്വരാജ് നടത്തിയൊരു പത്രസമ്മേളനത്തിന് താഴെ വന്ന കമന്റിൽ നിന്നാണ് ബ്രിട്ടനിൽ ശവശരീരങ്ങൾ വിൽക്കുന്ന ഒരു സംഘം 18-19 നൂറ്റാണ്ടിലുണ്ടായിരുന്നു എന്ന് അറിയണത്. ഒന്ന് അന്വേഷിച്ചപ്പോൾ എന്താണ് സംഭവം ഉള്ളതാണ്. 18-19 നൂറ്റാണ്ടിൽ റിസറക്ഷൻ ഓഫ് മെൻ എന്നും പറഞ്ഞിട്ടൊരു സംഘം ഉണ്ടായി UK-ല്. ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കുഴിമാടങ്ങളിൽ നിന്ന് ശവശരീരങ്ങൾ കുഴിച്ച് പുറത്തേക്ക് എടുക്കും. എന്നിട്ട് ഇതിനകത്തുള്ള വസ്ത്രങ്ങൾ, വില പിടിച്ച ആഭരണങ്ങൾ തുടങ്ങിയവയൊക്കെയും ഇതേ കുഴിയിലേക്ക് തിരിച്ചിടും. എന്നിട്ട് ഈ ശവശരീരം കൊണ്ടുപോയിട്ട് മെഡിക്കൽ സ്കൂളുകളിലേക്ക് വിൽക്കും. ഇവർ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാലത്തെ ബ്രിട്ടനിലെ നിയമപ്രകാരം ഉണ്ടല്ലോ, ശവശരീരങ്ങൾ ആരുടെയും സ്വത്തായിട്ട് കണക്കാക്കിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ശവശരീരം വിൽക്കുമ്പോൾ അതൊരു സാധാരണ സിവിൽ കുറ്റം മാത്രമായിരുന്നു. എന്നാലേ അതിനകത്തുള്ള ആഭരണങ്ങൾ, വസ്തുക്കൾ അതൊക്കെ എടുക്കുന്നത് മോഷണ കുറ്റമായിട്ട് കാണുകയും കഠിനമായ ശിക്ഷയും കിട്ടുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ആ ശവശരീരം മാത്രം വിൽക്കുന്ന ഒരു സാഹചര്യം ഒന്നാലോചിച്ച് നോക്ക്. മെഡിക്കൽ സ്കൂളുകളിലേക്ക് വിൽക്കാനായിട്ട് കുഴിമാടങ്ങളിൽ നിന്നും മൃതദേഹങ്ങൾ കുഴിച്ചെടുത്ത് അത് ക്യാഷിന് വിൽക്കുന്ന ഒരു സംഘം. ചരിത്രം ഒന്ന് അറിയാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ എന്തൊരു വികൃതല്ലേ കുറെ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ.